വാടി എന്നോട് എത്തി മേളോട്ട് വാടി ഫോൺ ചാറടി. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാടി? നീ വേറെ ആർക്കെങ്കിലും പോയി ചോദിക്കടേ. ചാർജർ എടുക്കാൻ വാടി എന്റെ കൂടെ. വേറെ ആരും ചോദിക്ക്. എന്നെ കൂടെ കൂട്ടണേ. ആരടേ അമ്മാവൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നു? പാലക്കാട് എത്തേണ്ട സമയമായിട്ടില്ലല്ലോ. ഇനിയാ ഓരോ ദിവസം എല്ലായിരിക്കും ചരു. എന്റെ സ്റ്റെഫി ഒന്ന് പോടി. പിന്നെ പ്രേതമല്ല ഈ സമയത്തൊന്നും കോളിമ്പിലൊന്നും അടിച്ചേരാൻ. എടി ആത്മാവ് ഒരു അശരീരിയായിട്ട് ഇനി എങ്ങനെ വേണമെങ്കിലും കേറി വരാം. ഇത് ആ ശരീരമൊന്നും ആയിരിക്കില്ല. എല്ലാ ആദൃശ്യമില്ലേ ആദ്യം പറയാൻ പടി പോകും. ശരീരം അദൃശ്യം ഞാൻ പോയി നോക്കിയത് ആരോ ആണ്. എടി സൂക്ഷിച്ച് മനുഷ്യനെ പഠിപ്പിക്കല്ലേ. ചരു എന്തുവാടി? സൂക്ഷിച്ചു പോയാ മതിയേ. അതെ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇത് ആരാ വന്നേക്കണേന്ന് നോക്കിയേ. പിണങ്ങിപ്പോയ ആളെ തിരിച്ചു വന്നേക്കുന്ന്. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ പോയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിങ്ങളെ ഞാൻ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ലാന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വന്നേ ഉള്ളൂ. എനിക്ക് നേരത്തെ അറിയായിരുന്നല്ലേ ഇവള് വരുമെന്ന്. അമ്മ വെറ്റിലക്കാരനെ കാണാൻ പോയേക്കുവാ. അപ്പൊ എന്തിന്? എനിക്ക് തോന്നുന്നില്ലടി ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടെന്നുള്ള കാര്യം. അതെന്താ? അല്ല അമ്മാവൻ അവിടെ പോയതിനു ശേഷം പിന്നെ ഇവിടെ ആത്മാവിന്റെ ശല്യമൊന്നും വന്നിട്ടൊന്നുമില്ല. ശരിക്കും ആളൊരു പുലിക്കുട്ടനാണല്ലേ. പിന്നെ നല്ല പേര് കേട്ട ആളല്ലേടി. നിങ്ങളുടെ അടുത്ത് ആരാ പറഞ്ഞത് ആത്മാവിന്റെ പ്രസൻസ് ഇപ്പൊ ഇവിടെ ഇല്ലാന്ന്? ജനിയല്ലേ പറഞ്ഞേ? എനിക്കങ്ങനെ തോന്നിയില്ല. എന്നാ മുരുക ദിവസം ഇവിടുന്ന് എവിടെയും പോയിട്ടില്ല. മുരുക ദിവസത്തിന്റെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എവിടെ? ദേ ഇവിടെ. ഹായ് മുരുകദാസ്. ഞാനിപ്പോ വരാവേ. ആ ബാഗുകളാണ് കൂട്ടത്തില്. ആ ഐറ്റത്തിനെയും കൂടി കളഞ്ഞാലോ എന്നാ ഞാൻ ആലോചിക്കണത്. ശരിയാ, ഫോൺ ഇങ്ങോട്ടായിരുന്നു വാങ്ങാൻ എന്തെങ്കിലും ഗുണം ഉണ്ടോ അവളെ കൊണ്ട്? ഇതൊക്കെ ലൈഫിലൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ എടുക്കണം. ഓ എന്റെ പൊന്നളിയാ, ഇനിയെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും എടുത്തോണ്ട് വരില്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ പോണ വഴിക്ക് പ്രേതം പറയാണ് ഈ കാശ് നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പൈസ ഞാൻ എടുക്കും. ഒരെണ്ണത്തിൽ ഒരു രൂപ പോലും തരത്തില്ല. എത്ര കിട്ടിയാലും നീ പഠിക്കില്ല. നിങ്ങൾ പോകാൻ വേണ്ടിട്ട് റെഡിയായോ? ഞങ്ങള് റെഡിയായി. അവളുടെ അടുത്ത് കാര്യങ്ങൾ പറയുമായിരുന്നു. ചാരു ഞാനും കൂടെ വരട്ടേടി. എന്തിനീ എനിക്ക് പേടിയാ, നീ പോവല്ലേ? ഡേ നിങ്ങളിവിടെ നിന്നോ, ഞങ്ങള് നാലുപേരും കൂടെ പോയിട്ട് വരാം. മക്കളെ വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഇറങ്ങിക്കോ. പിന്നെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. നോക്കിക്കോളാം. എടി മോളെ സ്റ്റെഫി, അതിൽ കെട്ടിയിരിക്കുന്ന നൂലൊന്നും വലിച്ചു പിച്ച് കളയല്ലേ. അങ്ങനെ എങ്ങാനും ചെയ്ത് കഴിഞ്ഞാ 2 ഇരട്ടി ശക്തിയോടെ തിരിച്ചു വരുവാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമ്മാവാ അങ്ങനെ ഒന്നും ഉണ്ടാവൂല. അത് അവളെല്ലാം പിച്ച് വിലക്കികളൊക്കെ ഞാൻ അവളെ കൈയും കാലും വെട്ടി അവിടെ ഇടും ഞാൻ. റെഡി ആയതല്ലേ, ഇറങ്ങാന്നാ? വാ ഇറങ്ങാ. ഇനിയിപ്പോ ആരെ നോക്കിക്കാന്? പപ്പി നീ എന്തോ നീ ആലോചിക്കുന്ന?
ഞാനും മുരുകദോസിനെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. എന്റെ പൊന്നു പപ്പി, ഇവിടെ ഞങ്ങൾ പേടിച്ച് കിടുങ്ങിയിരിക്കും. അപ്പോഴാണ് നീ അയാളെ പറ്റി ചിന്തിച്ചോണ്ടിരിക്കുന്നത്. അതൊക്കെ പോട്ടെ, ഞങ്ങൾ പോയിട്ട് വരാം മാവ. പിന്നെ ഒരു പ്രത്യേക കാര്യമുണ്ട്. ആ ബാഗ് അവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ തറയിൽ വെക്കരുത്, നേരെ വണ്ടിയിലെ കൊണ്ട് വെക്കാവൂ. കേട്ടല്ല, വീട്ടിനകത്തൊന്നും വെക്കല്ലേ. ശരി അമ്മ. നോക്കിക്കോണേ. അതെ, പോയിട്ട് വരുമ്പോ അടുത്തേനും കൂടെ കൊണ്ടുവരരുത് കേട്ടോ. അതെ, ഈ ബാഗ് ഇവിടുന്ന് കൊണ്ടുപോയി കളയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇത് തിരുനെൽവേലി കൊണ്ടുപോയി കളഞ്ഞ പിന്നെ എനിക്ക് മുരുകദോസിനെ ഒരിക്കലും കാണാൻ പറ്റൂല. എന്തോന്ന് അസംബന്ധം പപ്പിക്കുഞ്ഞ നീ പറയണത്? ഒരു മനുഷ്യന് പ്രായത്തിലൂടെ പ്രേമോ? അല്ല, ഇതെവിടെയെങ്കിലും കേട്ട് കഴിവേണ്ട. എന്തോന്ന് കാണിക്കണത്? ശരി, നീ എന്താ സില്ലി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്? ഈ ബാഗ് ഇവിടെ ഉണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കുന്നല്ലേ വെറ്റില കടം പറഞ്ഞത്? ഇത് ഇവിടെ ഇരുന്നാലല്ലേ ഉള്ളു പ്രശ്നം. ഞാൻ പൂർണ്ണ മനസ്സോടെ ഈ ബാഗ് കൊണ്ടുപോയിക്കോളാം. അപ്പം പിന്നെ ആർക്കും പ്രശ്നം ഉണ്ടാവത്തില്ലല്ലോ. എനിക്ക് മുരുകദാസിനെ പിരിയാൻ പറ്റത്തില്ല. അപ്പൊ ഇവരെ കല്യാണം കൂടി കാണേണ്ടി വരുമല്ലേ? എന്റെ പപ്പി, നിനക്ക് വേറെ ഒരു പയ്യന്മാരെയും കിട്ടില്ല. ഈ മുരുകദോസ് ഇങ്ങനെ കാരണം ഞങ്ങൾ എന്തുമാരോടെ അനുഭവിക്കുന്ന നിനക്കറിയോ? നിങ്ങൾ ഈ വെറുതെ പ്രേമം ക്രീമം കളിച്ചോണ്ടിരിക്കാതെ സാധനത്തിനടുത്തോട്ട് പോവാൻ നോക്ക്. അല്ലമ്മ, വെറ്റില കാടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കളത്തിരിക്കുന്ന ബാഗ് ഇവിടെ വീട്ടിൽ വെക്കില്ലെന്നല്ലേ? ഓ, അങ്ങനെ തന്നെ പറഞ്ഞത്. എടുക്ക്, വണ്ടി വന്നിക്കല്ലേ ഇവരെടുത്ത്. സാധനം എടുക്ക്, സാധനം എടുക്ക്, പോവാം. സാധനം എടുക്ക്. നീ എങ്കിലും പറയടി കൊണ്ടുപോവല്ലേ എന്ന്. നമ്മളെല്ലാരും കൂടെ ചാവും. ചുമ്മാ ചാരു, ചെല്ലടി, മുരുകദാസിനെ കൊണ്ടുപോവല്ലേ? ഓടി എന്റെ പപ്പി. എല്ലാം റെഡി, എടുത്തോ. അറബിയില്ലേ ഇത്? ഞാൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് സ്റ്റാർട്ട്. എന്താ പറ്റി? വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം ഇവിടെ ഓടി വന്നല്ലേ, അതിന്റെ ഒരു പേടിയാണ്. ഒരു ചെറിയ അറപ്പ്. ഇവിടെ വണ്ടിക്ക് ചെറിയൊരു അറപ്പ്. അത് ഇലക്ട്രോണിക് സാധനമല്ലേ, അടിച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടേ? അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ സംഭവം സ്റ്റാർട്ട് ആവണില്ല, അതാണ് പ്രശ്നം. ഞാൻ നോക്കട്ടെ. അല്ല, ക്ലിയർ ആവും, പോകുന്ന നേരത്ത് ക്ലിയർ ആവും, ഒരു പ്രശ്നമില്ല. സംഭവം എന്തെന്നറിയാമോ, ഞാൻ കൊണ്ടുവന്നൊരു ഓക്കേടെ ഇവിടെ കൊണ്ടുവന്ന് എന്തോ ഒരു മിസ്സിങ്. 10-30 കൊല്ലമായിട്ട് ഇതിന്റെ പുറത്തിടന്ന് നമ്മളടിക്കുന്ന എണ്ണത്തിലല്ലേ. പക്ഷെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ. ഇതുവരെ പ്രശ്നമില്ല. എന്ത് ഇവരെ കൊണ്ടുപോകല്ലേ കരിയോ? ഒരു പ്രശ്നമല്ല. നിർത്തി, സത്യം പറ. നിനക്കാണോ പെട്രോൾ അടിച്ച, വണ്ടിക്കാണോ പെട്രോൾ അടിച്ചത്? എടി, ഞാൻ പെട്രോൾ അടിച്ച കാര്യം നീ തന്നെ വണ്ടി ഓടിയാ പോരെ. നീ പറഞ്ഞിട്ട് നീ ടാക്സി അടിച്ചതല്ലോ, എന്റെ സ്വന്തം വണ്ടി എടുത്തോണ്ടല്ലോ ഞാൻ വന്ന. കുറച്ച് പ്രശ്നമൊക്കെ വരും ആ സമയത്ത്. 10-30 കൊല്ലമായി ഈ പരിപാടി തുടങ്ങിയിട്ട്. ഇത്രയും പിള്ളേർ ഈ വണ്ടിക്കകത്ത് കയറ്റാണ്. അതൊക്കെ കയറിക്കോളും. ഇട എന്റെ മടിയിൽ നിന്ന് പിടിച്ചിരുത്താൻ മടിയിൽ പിടിച്ചിരുത്തണ്ട, അവർ കയറ്റി ഇരുന്നോളും കേട്ടാ. അതെ, ഈ ബാഗ് ആരെല്ലാം ഒന്ന് പിടിച്ച്. അങ്ങനെ ബാഗ് മാറ്റാൻ പറ്റൂല. ബാഗ് അറിയാലോ. എന്റെ അമ്മാവ നല്ല കനം, ഞാൻ താഴെ വെക്കാം. എന്ത് ഇലക്ട്രോണിക് സാധനങ്ങളാ വണ്ടി? ബോംബെയിൽ തന്നെടേ പേടിപ്പിക്കുന്ന വണ്ടി. എടാ, ചുമ്മാ കിട്ടിയ വണ്ടിയല്ല കേട്ടെ, എന്റെ സ്വന്തം വണ്ടിയാണ്. അതെ, നമുക്ക് വേറെ വല്ല വണ്ടി പിടിച്ച് പോവാം. പൈസ കൊടുത്താലേ 10,000-20,000 ഒരു ചെറുക്കനെങ്കിലും ഉണ്ടല്ലേ. അപ്പൊ നീ തള്ളി തന്നാ ചിലപ്പോ എടുത്താലോ. ഇവിടെ ഒന്ന് തള്ളി ചിലപ്പോ എടുക്കും. ഈ എന്തരടെ ഇങ്ങനെയൊക്കെ കാണിക്കണത്? നമുക്ക് സമയം കളയല്ലോ. നിനക്കെങ്കിലും ഒന്നൊന്ന് കൈ വെച്ചിടാ. നിങ്ങൾ ചുമ്മാ ഇരുന്നേ, ഇത് പറഞ്ഞു തീർക്കുക അമ്മ.
പോണേക്ക് കൊള്ളാം, പൈസ ബാക്കി എന്നിട്ട് വണ്ടി ഇവിടെ നിന്ന് എടുക്കില്ല ഞാൻ. നീ അല്ലെങ്കിൽ നിന്റെ വണ്ടി എടുക്കണില്ലല്ലേ? നാണം കെടുത്തി കളഞ്ഞടാ പിള്ളേരെ മുമ്പ് വെച്ച്. നിനക്ക് 10 പൈസ കിട്ടിക്കോട്ടെന്നല്ലേ നിന്നെ വിളിച്ചത്. നീ ഇപ്പൊ ഇങ്ങനെ ആക്കിയാ നല്ല അടിച്ചുകൊണ്ട്. എടാ നിന്റെ പേര് ജയൻ എന്നല്ലേ, നസീർ എന്നൊന്നല്ലേ, നീ തള്ളിയാൽ മതി. വണ്ടിയാ ഇവിടെ തന്നെയാണോ മോളെ സ്ഥലം? ആ ഇവിടെ തന്നെ ഏട്ടാ സ്ഥലം. ഫ്രണ്ടിന്റെ വീടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വീടൊന്നും കാണുന്നില്ലല്ലോ. ഫ്രണ്ട് ഇവിടെ വരുമെന്നാ പറഞ്ഞു. അതെ അതെ അതെ, ഫ്രണ്ട് ഇവിടെ വരും. സ്റ്റെഫി നീ ഇറങ്ങി വാ. എന്തിനാ? നിന്റെ ഫ്രണ്ടിനെ കാണണ്ടേ? ഏത് ഫ്രണ്ട്? നിന്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യല്ല, നമ്മുടെ വാ ഇറങ്ങി. നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് അല്ലേ? എടാ നീ പിടിച്ചേ, നീ ഇവിടെ ഇരുന്നു. വിളിക്കാം. എനിക്ക് പെട്രോൾ അടിക്കാൻ നേരം കിട്ടുമോ മോളെ? ചേട്ടൻ പെട്രോൾ അടിക്കാൻ നേരം ഒന്നുമില്ല കേട്ടോ. ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഞങ്ങൾ ഇപ്പൊ വരാം. ഞാനിവിടെ വരാം. പെട്ടെന്ന് വരണ്ടേ? പെട്ടെന്ന് വരൂടി. വേഷം കേട്ടോ അവളുടെ. ഇത് എന്നെ സ്ഥലം ഇവിടെ ഇവിടെ ആയിരുന്നു? ഇവിടെ ഒരു ഞാൻ എടുത്തപ്പോ ബാഗ് മാത്രമേ. നീ ഒന്ന് നോക്കൊന്ന് ശ്രദ്ധിച്ച്. ആ മരത്തിന്റെ എവിടെ ഇടയ്ക്കൊന്നും കണ്ട കിട്ടി കേട്ടോ. ഏത്? ഈ മരം കണ്ടോ? അതിന്റെ ഇടയ്ക്കൊന്നും കിട്ടിയത്. ഇനി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉറപ്പുണ്ടോ നിനക്ക്? അല്ല അവിടെ തന്നെയാ. ആണാ? ചാരു നമ്മൾ എങ്ങനെ ബാഗ് ഇവിടെ വെച്ചിട്ടു? കയ്യും കൊണ്ട്. ആ കാശ് ആരെങ്കിലും എടുത്തോണ്ട് പോയില്ലേ ചാരുവേ? കാശ് ആരെങ്കിലും എടുത്തോണ്ടോ? നിനക്കിപ്പോ എന്താ? വെല്ലോന്റെ കാശല്ലേ അല്ലേ? എന്നാലും എന്റെ കാശ്. നിന്റെ കാശാ? അതങ്ങേറെ കാശല്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, നീ സഹരിച്ചാലേ വല്ലതൊക്കെ നടക്കത്തുള്ളൂ. ഒരു മര്യാദക്ക് സംസാരിക്കും. ഞാൻ എന്റെ കാശ്. ഒരു കാര്യം ചെയ്, അവിടെയാന്നല്ലേ പറഞ്ഞത്, പോയ ബാഗ് എടുത്തുണ്ടോ? ഞാൻ ഒറ്റയ്ക്കോ? ഇല്ല, 10 വരെ വിളിക്ക്. എടി നീ പോ, നമുക്ക് കുറച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുണ്ട് ഈ സ്ഥലമൊക്കെ. നീ പോ. അത് മാത്രല്ല, എടുത്തോണ്ട് പോകാൻ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. തന്നെ എടുത്തോണ്ടോ കേട്ടോ. ചെല് പോ. എന്റെ കൂടെ കൂട്ടണം. പോടെ അവിടുന്ന്. ഒറ്റയ്ക്ക് ഉണ്ണായിരുന്നു. അല്ല നമ്മള് ബാഗ് എടുത്തോണ്ടല്ലേ കണ്ടം വഴി ഓടിയാല്. ഒരു കണ്ടം വഴി ഓടാൻ പോണില്ല, നല്ല പേടി തട്ടിട്ടുണ്ട്. ഇനി അവൾ അങ്ങനെ ചെയ്യാനേ പോകുന്നില്ല. എനിക്കറിഞ്ഞൂടെ അവള്. അവളായോണ്ടൊരു ഡൗട്ട് ഉണ്ട്. ഇതുപോലെ വരുവോടേ? നിങ്ങളെ കൂട്ടുകാർ ഇവിടെ ഒളിവിൽ വല്ലോ ആണോ താമസിക്കുന്നേ? അതെന്തേട്ടാ അങ്ങനെ ചോദിക്കണേ? അല്ല, എല്ലാ കാര്യത്തിലും നിങ്ങൾക്കുള്ള ഒരു രഹസ്യ സ്വഭാവം കാണുന്നു. അങ്ങനെയൊന്നുമില്ല. അല്ല, അങ്ങനെയൊക്കെ ആയാൽ തന്നെയും എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ ആ കേസൊക്കെ എടുക്കുന്ന ആളാണേ. താപായിക്ക് എന്തോ പറ്റടി? ഈ കുട്ടിയുടെ ഫ്രണ്ടാണോ ഇന്ന് പുറത്തു പോകുന്നത്? ആ, അവളുടെ ഫ്രണ്ടാണ്. അപ്പം മോളുടെ ഫ്രണ്ട് അല്ലേ അത്? എന്റെ ഫ്രണ്ടാണ്, എന്റെ പൊന്ന് ചേട്ടാ. എനിക്ക് തലവേദന എടുത്തോണ്ട് അവരുടെ കൂടെ പോവായിരുന്നത്. ഓ, നമുക്ക് തലവേദന ആയതുകൊണ്ടാണോ പോവാതിരുന്നത്? ആ, എങ്കിൽ മോളെ റെസ്റ്റ് എടുത്തോ. ഓ, ഇതോടുകൂടി പ്രശ്നങ്ങളൊക്കെ പോവായിരിക്കും അല്ലേ? ഓ, എനിക്ക് വയ്യടി, മര്യാദക്കൊന്നും ഉറങ്ങിയിട്ട് തന്നെ കാലം കുറയായി. ഇതൊന്ന് ഓടി വാടി, ഓടി. എല്ലാ കാര്യത്തിനും സ്ലോ. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. ആണാ? എടുത്തോണ്ട് വന്നപ്പോ ഭയങ്കര ഉശിരായിരുന്നല്ല. എനിക്ക് വേണ്ട. എവിടെ നിന്ന് എടുത്ത് അവിടെ ചെല് പോ. അയ്യോ, അവളുടെ സങ്കടം നോക്ക്. നമ്മള് വീട്ടിൽ നിന്ന് ആരോ വേണ്ടപ്പെട്ടവരെ കൊണ്ടുവയ്ക്കുന്നവരാണ് കൊണ്ടുവയ്ക്കുന്നത്.
നിക്ക് അവിടെ തന്നെ നിക്ക്. ഇനി നീ കൈകുപ്പി മനസ്സിരുത്തി പ്രാർത്ഥിച്ചേ. വെറ്റിലക്കാട് നമ്പൂതിരി പറഞ്ഞ ഓർമ്മണ്ടല്ലോ, എനിക്കിനി ഇത് വേണ്ട, ഞാൻ ഇവിടെ ഉപേക്ഷിക്കാന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കും. കളത്തരം കാണിക്കരുത്, പ്രാർത്ഥിക്ക്. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടോ. നീ എന്നെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കും, കുഴപ്പമില്ല. പ്രാർത്ഥിക്കും, കണ്ണടച്ച് പ്രാർത്ഥിക്കണേ. നീ പ്രാർത്ഥിക്കടി. പ്രാർത്ഥിച്ചു. എടി ഇനി ബാക്കിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കണ്ട, നേരെ നടന്നോ. നേരെ തിരിയരുതേ. ഇല്ല. വാ എന്റെ അടുത്ത് വാ, എനിക്ക് നിന്നെ വിശ്വാസമില്ല. വാ. തിരിയരുത്. ഇവിടുന്ന് വളയാവോ? ആ വാ. വാ. ആ. ഓ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അല്ലേ? തെളിയ എന്തോ ഒരു സമാധാനം. ഓക്കെ ആയല്ലോ. സെറ്റ്. ഓ സമാധാനായി. എടീ പുള്ളിയോടെ പോയി. പുള്ളി അങ്ങനെ സേർട്ട് വലിക്കാൻ എന്താ പോയതാ? ആ ഡേ നീ മനസ്സുരുകി തന്നെയാണ്. ആ അതെ. എന്റെ അമ്പോ. ഡീ അമ്മാവനെ വിളിച്ച് അറിയിക്കണ്ടേ? ഇനി വിളിക്കണം, നമ്മളെന്തായാലും നേരെ വീട്ടിലേക്കല്ലേ പോണത്. അപ്പൊ പുള്ളി വരട്ടെ. അതോ വരണം. പോവാൻ ചേട്ടാ, നമുക്ക് പെട്ടെന്ന് പോവാം. വാ എങ്ങനെക്കോ. ദൈവം തന്ന ഭാഗ്യമാടിയത്. നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളെല്ലാം മാറുകയാണ്. എന്തായാലും ഒരു CR വരും, അത് ഉറപ്പാ. ഞാൻ എന്നെ ഇന്ന് നോക്കിയില്ലടി. ഓ എത്രയും വേഗം ഞാനങ്ങ് വരാൻ നോക്കാം, എന്നിട്ട് അവിടെ വന്നിട്ട് എന്നെ നോക്കാം. നീ കിടന്ന് വെപ്രാളം പിടിക്കാതിരിക്കേ. ഓ അതാ വരുന്ന.